ബംഗളൂരുവിൽ നിന്ന് പുറത്തുവരുന്ന ഈ വാർത്ത രാജ്യത്തെ ഓരോ മാതാപിതാക്കളെയും ഒരുപോലെ ഞെട്ടിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. സ്വന്തം കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്ന് വിശ്വസിച്ച് മാതാപിതാക്കൾ ഏൽപ്പിച്ചിരുന്ന ഡേ കെയർ കേന്ദ്രം തന്നെ ക്രൂര പീഡനത്തിന്റെ ഇടമായി മാറിയിരിക്കുകയാണ്. ബംഗളൂരുവിലെ HAL ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്ന കേപ് ജെമിനി IT കമ്പനിയുടെ ഡേ കെയറിലാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. സംഭവത്തിൽ 5 വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. 2ഉം 3ഉം വയസ്സുമുള്ള കുഞ്ഞുങ്ങളാണ് ക്രൂര പീഡനത്തിന് ഇരയായത്. കുട്ടികളെ വാഷിംഗ് മെഷീനുള്ളിൽ ഇരുത്തുക, ശൗചാലയത്തിലിരുത്തി അവരുടെ വായിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുക തുടങ്ങിയ അതിക്രമങ്ങളാണ് ജീവനക്കാർ നടത്തിയിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾ കരയുകയോ ബഹളം വെക്കുകയോ ചെയ്യുന്ന സമയങ്ങളിലാണ് ജീവനക്കാർ ഇത്തരം ക്രൂരതകൾ കാട്ടിക്കൂട്ടിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിലും ഭീകരമായ മറ്റൊരു ആരോപണവും പുറത്തു വന്നിട്ടുണ്ട്. സംഭവങ്ങൾ പുറത്തു പറയരുതെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി വിവരമുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോടാണ് ഇത്തരമൊരു ക്രൂരത കാണിച്ചതെന്നാണ് സമൂഹത്തെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. പീഡന ദൃശ്യങ്ങൾ വാട്സപ്പിലൂടെ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസെടുക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജോലിസ്ഥലത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കുമെന്ന വിശ്വാസത്തോടെയാണ് IT കമ്പനികളിലെ ജീവനക്കാർ ഡേ കെയറുകളെ ആശ്രയിക്കുന്നത്. സ്വന്തം മക്കളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് എന്നതാണ് മാതാപിതാക്കളുടെ ആശങ്ക ഇരട്ടിക്കുന്നത്. ഇനി ഒരു വലിയ ചോദ്യമാണ് സമൂഹത്തിന് മുന്നിലുള്ളത്. കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് ഡേ കെയറുകളിൽ ഏൽപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് ഇനി എങ്ങനെ ആ വിശ്വാസം നിലനിർത്താനാകും? കുട്ടികൾ സുരക്ഷിതരാണെന്ന ഉറപ്പാണ് ഓരോ രക്ഷിതാക്കളും തേടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ തകർക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഡേ കെയർ കേന്ദ്രങ്ങളിൽ കൂടുതൽ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങളും സ്ഥിരം പരിശോധനകളും ഉത്തരവാദിത്തമുള്ള മേൽനോട്ട സംവിധാനങ്ങളും അനിവാര്യമാണെന്ന് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലും അവഗണിക്കപ്പെടരുത്. കാരണം അവരുടെ സുരക്ഷയും സന്തോഷവും തന്നെയാണ് ഓരോ സമൂഹത്തിന്റെയും യഥാർത്ഥ ആവശ്യം.